നിങ്ങൾ യൂട്യൂബിൽ തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴാട്ടോ എനിക്ക് പൈസ കിട്ടി തുടങ്ങിയത്. ഇവിടെ അടുക്കള തുറക്കട്ടെ. ഇത് കണ്ടോ, ഇവിടെ ഒരു ചെടി ഇരിപ്പുണ്ട്. ഇത് രാവിലെ വന്ന് കാണുന്നതൊരു സന്തോഷം. എന്നും രാവിലെ ഞാൻ ഇച്ചിരി ഇങ്ങനെ നോക്കി കുറച്ച് നേരമൊക്കെ നിൽക്കും. പിന്നെ പുറത്തോട്ട് കാണാമെന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറമൊക്കെയുള്ള ഫ്ലാറ്റുകളാണ്. പിന്നെ ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ പുറത്തിറങ്ങിയാലേ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ അകത്തെ ഭാഗം നമുക്ക് രാവിലെ മുഖമൊന്നും കാണിക്കാൻ കൊള്ളൂല, വൃത്തിയായിട്ടില്ല കേട്ടോ. പല്ലൊന്നും തേച്ചിട്ടില്ല. ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. 6:15 താമസിച്ചു പോയി. ഇന്ന് ദോശമാവ് എടുക്കണം. ഇന്നലെ രാത്രി എനിക്ക് വയ്യാഞ്ഞുകൊണ്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കി, വെജിറ്റബിൾ ബിരിയാണി. അപ്പോൾ അതൊന്ന് കൊടുത്തു വിടാം അവർക്ക്. മൂക്ക് കൊണ്ടുപോകാനേ അവളുണ്ടാക്കിയ ബിരിയാണി. പിന്നെ ചായ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. കഴിക്കാനൊന്നും വലുതായിട്ടില്ലെന്ന് രാവിലെ ബിരിയാണിയൊന്നും കഴിക്കാൻ അവൾക്കൊരു മൂഡും ഇല്ല. ദോശ വേണ്ടാന്ന്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്ക്രബ്ബർ ഉണ്ടല്ലോ, രാവിലെ രാത്രിയോ എപ്പോഴെങ്കിലും ഇങ്ങനെ തിളപ്പിക്കും. വെള്ളത്തിലിട്ട് ഉപ്പും ഇട്ട് വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട്. അപ്പോൾ ഇതിനകത്ത് അണുക്കളൊക്കെ അങ്ങ് പോയി കിട്ടും കേട്ടോ. ഇത് കണ്ടോ, കുറച്ച് ഡേറ്റ്സ്. ഇത് ഏട്ടനൊരു സൈറ്റിൽ പോയപ്പോഴേ അവിടുന്ന് മരത്തിൽ നിന്ന് ഇങ്ങനെ പിച്ചിക്കൊണ്ട് വന്നതാണ്. അതുകൊണ്ടുണ്ടല്ലോ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് തോനെ ദിവസം ഇങ്ങനെ പുറത്ത് വെച്ചിരുന്ന ഇതിൽ നമുക്ക് തേനിങ്ങനെ വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറങ്കേണ്ടിയൊക്കെ അപ്പോഴ് മരത്തിൽ നിന്ന് വീഴുമ്പോൾ അതിൻ്റെ പഴം ഉണ്ടല്ലോ, അത് അപ്പോഴേ കഴിക്കുവാണെങ്കിൽ എന്ന് വെച്ചാൽ ഇത് മരത്തിൽ നിന്ന് തന്നെ പിച്ചി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അതിൻ്റെ മധുരം നല്ല മധുരം കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഉണക്കി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തൊക്കെയല്ലേ വരുന്നത്. അതൊന്നും അല്ല ടേസ്റ്റ്. ഇതാണ് മരത്തിൽ നിന്ന് ആ പഴുത്തങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ പിച്ചണം, അതാണ് ടേസ്റ്റ്. ഇവിടെയുള്ള ഒരാൾ നമുക്ക് തന്നതാണ്. അവരുടെ വീട്ടാവശ്യത്തിന് നട്ടേക്കുന്നതിനകത്ത് നമുക്ക് കുറച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? തോനെ ദിവസം വെച്ചേ കാക്കൂല. 6:59 ഉള്ളൂ കേട്ടോ. ഭയങ്കര ചൂടും വിയർപ്പും. അവളെ കൊണ്ടിട്ടിട്ട് വന്നെയാ. ഇന്ന് കാപ്പിക്ക് കേക്ക് ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നേ, അമ്പൂട്ടിന് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നേ കേട്ടോ. അത് നമ്മളാ തിന്നുന്നത്, ഒന്നും ഉണ്ടാക്കിയില്ല. ചായ ഇട്ടതേ ഉള്ളൂ. അതുകൊണ്ട് കട്ട് ചെയ്ത് വെച്ചേക്കോ. പനി കുറവില്ല കേട്ടോ. പാരസെറ്റാമോളെ കുറയുന്നുള്ളൂ, പനി കുറയുന്നില്ല. മുഖമെല്ലാം കയറി തടിച്ചിരിക്കുക. അപ്പോൾ ചായയും കേക്കും വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവൾ ബിരിയാണി കൊണ്ടുപോയി. എനിക്ക് വയ്യാഞ്ഞോണ്ട് കുഞ്ഞുണ്ടാക്കിയതാണ്. കുറച്ച് പയർ കഞ്ഞി ഉണ്ടാക്കാമെന്ന് കരുതിയേ. അപ്പോൾ വെള്ളത്തിയിട്ട് വെച്ചാലേ കുതിർന്നിരിക്കുമല്ലോ. ഇനി കുറച്ചൊരു തയ്യൽ പരിപാടിയാണേ. പയർ വെള്ളത്തിയിട്ടത് അവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അടുക്കള കയറുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കർട്ടൻ അഴിച്ചെടുത്തിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ, അതൊന്ന് തയ്ക്കുവാണ്. ഇന്ന് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിന് ആദ്യമൊക്കെ വലിയതായിട്ട് കാര്യങ്ങളൊന്നും അറിയാതെ തുടങ്ങുന്നവർക്ക്, ചിലരൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് പിന്നെ സബ്സ്ക്രൈബർ ആക്കി എടുക്കാനും അല്ല എങ്കിൽ ഏണിങ്സൊക്കെ വേഗം തന്നെ കിട്ടാനും ഒക്കെയുള്ള കുറച്ച് ടിപ്സ് എനിക്കറിയാവുന്ന, ഞാൻ ഇതുവരെ ചെയ്തു വന്നത് എനിക്ക് ഉപകാരപ്പെട്ടതെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. ഫസ്റ്റിലെ തന്നെ നമുക്ക് പൈസ കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി പറയാം. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് വല്ലപ്പോഴും ഒരു വീഡിയോ ഒക്കെ ഇട്ട് അയ്യോ ഇത് സബ്സ്ക്രൈബർ ആവുന്നില്ല അല്ലെങ്കിൽ വാച്ച് അവർ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മടി പിടിച്ചിരിക്കുന്ന ചിലർ കാണും. അതൊക്കെ അങ്ങ് ഒഴിവാക്കി ഒരു ദിവസം ഒരു 2 ഷോർട്ട് വീഡിയോയും ഒരു ലോങ് വീഡിയോയും ഒക്കെ വെച്ച് ഇട്ട് ഒന്ന് നോക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വാച്ച് അവറൊക്കെ ആക്കിയെടുക്കാം. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് കൂടുതലായിട്ടൊക്കെ ഇടുമ്പോഴും ഒക്കെ നമുക്ക് സബ്സ്ക്രൈബറേയും കൂടുതലാക്കിയെടുക്കാൻ പറ്റും. അപ്പോഴേ പറഞ്ഞു എടുത്തും വന്ന് നമ്മുടെ കഞ്ഞിയും പയറുകറിയാണ് കേട്ടോ. സംഭവം റെഡി ആയിട്ടുണ്ട്. പനി ആയതുകൊണ്ടാണ് ഇത് സെറ്റ് ചെയ്തത് ഉച്ചയ്ക്ക്. പിന്നെ നമ്മൾ യൂട്യൂബിനെ മെയിനായിട്ടൊരു വരുമാനം ആക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ഇടുക. അതുപോലെ തന്നെ കാണുന്നവർക്ക് ബോറടിപ്പിക്കുന്ന രീതിയിൽ വലിച്ചു വാരിയൊന്നും ഇടാതെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിതിൽ നിന്നൊരു വരുമാനം ആക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനെല്ലാത്തിനും മെയിനായിട്ട് സമയമുള്ളവരും ആയിരിക്കണം. അപ്പോഴേ ഞാൻ കർട്ടനെല്ലാം തയ്ച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് വേറൊരു തുണിയും കൂടെ വെച്ചടിച്ച്. അപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് നമ്മുടെ റൂമിലെ കാര്യങ്ങൾ അത്ര വ്യക്തമായിട്ട് കാണത്തുമില്ല. പിന്നെ ഞാനിത് ചേർത്തങ്ങ് അടിച്ച് കർട്ടൻ അടിപൊളിയായി കിട്ടി. ഇത് ഈ കർട്ടൻ കണ്ടോ? ഇതെന്ന് വെച്ചാൽ ഇതിനിടയിൽ ഈ ഞാൻ കാണിക്കാം. ഇതാണ്
ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കണ്ടോ? ഈ ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇത് ചില സമയത്ത് നമ്മൾ ഫാനൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഈ ഗ്യാപ്പ് അങ്ങ് ഈ കർട്ടനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോകണ്ടല്ലോ, അപ്പുറത്ത് നിൽക്കുന്നവർക്ക് കാണാൻ പറ്റും. തൊട്ടപ്പുറത്ത് അപ്പുറത്തെ വീടിൻ്റെ ജനലുമാണ്. അപ്പോൾ ഇത് ബെഡ്റൂമല്ല, ഇത് ഹാളിലാണ്. അപ്പോൾ ബെഡ്റൂമിൽ അങ്ങനെ ആയപ്പോൾ അത് പാടായി. അതാ ഞാൻ ഈ പണിക്ക് കണ്ടോ ഇങ്ങനെ കണ്ടോ, അങ്ങനെ ഒത്തിരി ഫ്ലാറ്റുകളാണല്ലോ, കട്ടി കുറവുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നമ്മളെ ചായയാണ്, ചായ പരിപാടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി 2-3 ദിവസമായി കേട്ടോ ഈ കുമ്പളപ്പം ഉണ്ടാക്കിയിട്ട്. ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നതാണ്. എൻ്റെ സൗണ്ടൊക്കെ വളരെ മോശം, വയ്യ. ഉച്ചയ്ക്ക് കഞ്ഞിയായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത്താഴത്തിന് വീണ്ടും അത് തന്നെ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ ആർക്കും അത് താല്പര്യമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തോട്ട് പോയി, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് എല്ലാവർക്കും കുറച്ച് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചിക്കനും ഒക്കെയാണ്, ഉണങ്ങിയ റൊട്ടിയും ആണ്, പിന്നെ ഈ പച്ചല, ഇതെല്ലാം കൂടെ കഴിച്ച് വേണമെങ്കിൽ വയറ് നിറയ്ക്കാം, ഇല്ലെങ്കിൽ നിറയ്ക്കാതിരിക്കാം. കുറച്ച് പാടുവിട്ടാൽ ഇത് ചവച്ച് കഴിക്കേണ്ടത്. പിന്നെ മുളക്, ഉള്ളി മുളക് അടച്ചതും ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് അവസാനിച്ചു. ഇന്നപ്പം നിർത്തുകയാണ്. വീണ്ടും നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.